നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായൊരു വാർത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തൽ ബന്ദി കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ ഇക്കാര്യം പ്രഖ്യാപിച്ചു. ബന്ദി കരാറിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ പുറത്തു വന്നു. ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കുന്ന 33 ബന്ദികളുടെ ലിസ്റ്റ് അവർ പുറത്തുവിട്ടു. അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ക്യാബിനറ്റ് ഇതിനു വേണ്ട അനുമതി ഇന്ന് നൽകും. വാർ ക്യാബിനറ്റ് ഇന്ന് നൽകും. നാളെ ഇസ്രായേലിന്റെ അന്തിമ തീരുമാനം ക്യാബിനറ്റ് കൈക്കൊള്ളും. ഞായറാഴ്ച വൈകിട്ടോടെ ആദ്യ ബന്ദികളുടെ സംഘം മോചിപ്പിക്കപ്പെടുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അവരെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ ഇസ്രായേലിൽ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനൊരു മറുവശം കൂടിയുണ്ട്. ഇപ്പോൾ മോചിപ്പിക്കുന്ന ഓരോ ബന്ദികൾക്കും പകരമായി ഇസ്രായേൽ വിട്ടയക്കേണ്ടത് ഏകദേശം 50-ലധികം 27 + 30 ഏകദേശം 57ഓളം കൊടും തീവ്രവാദികളെയും ഹമാസ് അഥവാ പലസ്തീൻ തടവുകാരെയുമാണ്. അപ്പോൾ വലിയ തലത്തിൽ 2014 മുതൽ ഇസ്രായേലിന്റെ തടവറയിലുള്ള ഒട്ടനവധി തീവ്രവാദികൾ ഈ ഡീലിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെടും. ഇസ്രായേൽ സൈന്യം വലിയ തോതിൽ നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും വളരെ ശക്തമായ തലത്തിൽ ഗാസ മുനമ്പിൽ നിന്ന് മാറിക്കൊടുക്കേണ്ടി വരും. സാധാരണ ക്രോസിങ്ങുകളിൽ മാത്രമേ ഇപ്പോൾ അവരുടെ സാന്നിധ്യം അനുവദിക്കാനിടയുള്ളൂ. ഈ 45 ദിവസത്തെ വെടിനിർത്തൽ കരാർ പൂർണ്ണമായി വിജയകരമായി പൂർത്തിയാക്കിയാൽ വളരെ വ്യത്യസ്തമായ ചില നിർദ്ദേശങ്ങൾ കൂടി കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റഫ ക്രോസിംഗിൽ ഈജിപ്തിലേക്കുള്ള റഫ ക്രോസിംഗിൽ ഇസ്രായേൽ സേനയുടെ പൂർണ്ണ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും ആ കവാടം പ്രവർത്തിക്കുകയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നേരത്തെ രാജ്യത്തോട് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതിലും വലിയ വിട്ടുവീഴ്ചകൾ ഇസ്രായേലിന് ചെയ്യേണ്ടി വന്നു. ഇസ്രായേലിന്റെ സുരക്ഷാ മേൽനോട്ടം അവിടെ ഉണ്ടാകും. പക്ഷെ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഈജിപ്ത് സൈന്യമായിരിക്കും. മറുവശത്ത് അഭയാർത്ഥികളായി പല തലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പലസ്തീനികൾ മടങ്ങി വരാനും ഒരു പാക്കേജിന്റെ ഭാഗമായ ഒരു സംവിധാനം ഇപ്പോൾ ഈ കരാറിലുണ്ട്. അവരെ നിരീക്ഷിക്കുന്നതും അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ വളരെ ശക്തമായ നിലയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമൊക്കെ വ്യത്യസ്ത ഏജൻസികളായിരിക്കും. പക്ഷെ ഈജിപ്തും ഖത്തറും പൂർണ്ണമായി മേൽനോട്ടം വഹിക്കും. ട്രംപ് അധികാരത്തിലെത്താൻ ഇനി 3 ദിവസങ്ങൾ കൂടി, ജനുവരി 20 ഏറെ നിർണായകമാണ്. അതിന് തൊട്ട് മുൻപ് ഇപ്പോൾ വെടിനിർത്തൽ ബന്ദി കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇസ്രായേൽ ക്യാബിനറ്റിൽ നിന്ന് തീവ്ര വലതുപക്ഷ വിഭാഗമായ ബെൻഗൂർ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങൾ മന്ത്രിസഭയിൽ നിന്നും പിന്മാറുമെന്നും മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്നും ഭീഷണി മുഴക്കി. ഒരുപക്ഷെ നെതന്യാഹു സർക്കാർ ഇതോടെ നിലംപൊത്തിയേക്കാം. തന്റെ സർക്കാർ നിലംപൊത്തിച്ചാലും ഒരു സമാധാന കരാറിലെത്തുക എന്ന നെതന്യാഹുവിന്റെ ആഗ്രഹമാണോ? ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരണം അഥവാ ബന്ദികൾ മോചിപ്പിക്കപ്പെടണം എന്ന ട്രംപിന്റെ നിർദ്ദേശം പൂർണ്ണമായി ഇപ്പോൾ പാലിക്കപ്പെടുകയാണോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ഒരുപാട് പേരുടെ മുഖം രക്ഷിക്കുക, മുഖം നഷ്ടപ്പെടാതെ നോക്കുക, ഇതാണ് ഇപ്പോൾ ഈ ഡീലിന്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം. പറഞ്ഞു പോയല്ലോ, ഞാൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ്, ഒരു ദിവസമെങ്കിലും മുൻപ് ബന്ദി കൈമാറ്റം നടന്നിരിക്കണം, അല്ലെങ്കിൽ തുടങ്ങിയിരിക്കണം. അത് സാധിക്കുന്ന ഒരു മട്ടാണ്. ബൈഡനും അതുപോലെ തന്നെയാണ്. ഏറ്റവും ദുർബലനായ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നിന്നും അദ്ദേഹത്തിനൊരു മോചനം. എന്റെ കാലത്താണ് ബന്ദി കൈമാറ്റം തുടങ്ങി വെച്ചത്, കരാറിൽ ഏർപ്പെടാൻ കഴിഞ്ഞത്. നെതന്യാഹുവിന്റെ ക്യാബിനറ്റിലെ 2 തീവ്ര വലതുപക്ഷ സംഘടനക്കാർ പിന്തുണ പിൻവലിക്കുമെന്നാണ് പറഞ്ഞത്. അവർ പിന്തുണ പിൻവലിച്ചാലും വീഴാതെ തന്നെ നെതന്യാഹുവിന് മുന്നോട്ട് പോകാനാവുന്ന ഒരു നമ്പേഴ്സ് ഇപ്പോൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരെ പിണക്കിക്കൊണ്ടാണെങ്കിൽ പോലും തനിക്ക് താൻ തുടങ്ങി വെച്ചത് താൻ തന്നെ തീർത്തു എന്ന് വേണമെങ്കിൽ മേനി നടിക്കാം. പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ പറ്റിയില്ല. സൈനിക ബലം കൊണ്ട് മാത്രം ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നയതന്ത്രപരമായ വിട്ടുവീഴ്ചകളിലൂടെ അത് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും നെതന്യാഹുവിനും മുഖം രക്ഷിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ കാതലായ വിഷയം ശ്രീ സോയ്മോൻ സൂചിപ്പിച്ച വിഷയമാണ്.
ഈ കരാർ ദൃഢമാകണമെങ്കിൽ, അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ 1-2 ഫാക്ടേഴ്സ് കൂടി ചേരണം. അതിലൊന്ന്, ഹമാസ് പുറത്തുവിടുന്ന ബന്ദികളുടെ ലിസ്റ്റ് 33 പേരുടെ ലിസ്റ്റ് നമുക്കിപ്പോൾ അറിയാം. അതിലെല്ലാവരും തന്നെ സ്ത്രീകൾ, കുട്ടികൾ, 55 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ. അതാണ് 31 പേരുകൾ. ആ പേര് വിവരം പോലും നമുക്കിപ്പോൾ അറിയാം. ആ ലിസ്റ്റ് ഉണ്ട്. അതേസമയം ഇസ്രയേൽ പുറത്തുവിടുന്ന ആളുകളുടെ, പലസ്തീൻ തടവുകാരുടെ, ഇസ്രയേലിന്റെ ജയിലറകളിലുള്ള പലസ്തീൻ തടവുകാരുടെ എണ്ണത്തെക്കുറിച്ച് പോലും പൂർണ്ണ ധാരണയിൽ എത്തിയിട്ടില്ല. അത് മാത്രമല്ല, ഈ വലിയ തടവ് ശിക്ഷ അനുഭവിക്കുന്ന, കൊലപാതകം, ജീവപര്യന്തം തടവ് ശിക്ഷ ഒക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരിൽ എത്ര പേരെ വിടും? അത് മാത്രമല്ല, ഹമാസുമായി ആക്റ്റീവ് കണക്ഷനുള്ള എത്ര പേരെ വിട്ടുകൊടുക്കും എന്നതിനെ കുറിച്ച് പൂർണ്ണമായ ധാരണ വന്നിട്ടില്ല. അതാണ് ഇറിറ്റന്റ് നമ്പർ 1. രണ്ടാമത്തെ, ഒരുപക്ഷെ ഇസ്രായേൽ തയ്യാറാവില്ല. ഹമാസിന്റെ വളരെ വലിയ നേതാക്കൾ, ഇസ്രായേലിന്റെ വലിയ നോട്ടപ്പുള്ളികൾ, അവർ കസ്റ്റഡിയിലായാൽ മുൻകാലങ്ങളിൽ യഹിയ സിൻവാറിനെ ഉൾപ്പെടെ വിട്ടുകൊടുത്തതിന് ഇസ്രായേൽ അനുഭവിക്കേണ്ടി വന്ന വില, ഒരൊറ്റ തടവുകാരൻ, ഒരു ഇസ്രായേലി സൈനികന് പകരമാണ് 1000-ഓളം ഹമാസിന്റെ ആളുകളെ വിട്ടുകൊടുത്തത്. അല്ല, അത് ഇസ്രായേലി കരാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഭീകരാക്രമണം നടത്തിയ ഭീകരരെ, പ്രത്യേകിച്ച് നുക്മ തീവ്രവാദികളെ ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടയക്കില്ലെന്ന് അത് കരാറിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെ മാത്രമല്ല, അതിന് മുൻപുള്ള ആക്രമണങ്ങളിൽ പങ്കെടുത്ത ചിലരെയും ഇസ്രായേൽ നോട്ടപ്പുള്ളികളായി വെച്ചിട്ടുണ്ട്. അവരെ വിട്ടുകൊടുക്കുന്ന കാര്യത്തിലും ഹമാസ് ബലം പിടിച്ചാലും ഇസ്രായേൽ അനുവദിക്കാനാണ്. അതുകൊണ്ടാണ് ആ ലിസ്റ്റ് പുറത്തു വിടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എണ്ണം കൂടുതലാണ്. ഇസ്രായേൽ പുറത്തുവിടുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഡിസ്പ്രൊപ്പോർഷണൽ, വളരെ വളരെ കൂടുതൽ, 10 ഇരട്ടിയോളം വരും. അത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് റഫ ബോർഡറാണ്. അത് തന്ത്രപ്രധാനമായ സ്ഥലമാണ്. കാരണം ഹമാസിനെ റീഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ, വീണ്ടും ആയുധങ്ങൾ ലഭിക്കണമെങ്കിൽ, ഹമാസ് എന്നല്ല ഏത് തീവ്രവാദ സംഘടനയ്ക്കും ഈജിപ്തിൽ നിന്ന് മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ ലെബനനിൽ നിന്ന് സാധിക്കുന്ന ബുദ്ധിമുട്ടാണ്. കാരണം അത് അതിർത്തിയില്ലാത്ത സ്ഥലമാണ്. ഈജിപ്തുമായി ഗസയ്ക്ക് അതിർത്തിയുണ്ട്. ആ അതിർത്തി റഫയിലൂടെയാണ് നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഫിലഡൽഫി കോറിഡോർ വളരെ നിർണായകമായ ഒരു തന്ത്രപ്രധാനമായ പോയിന്റായി വരും. ഇസ്രയേൽ സൃഷ്ടിച്ച കോറിഡോറാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഈ മധ്യധരനാഴിയിലേക്ക് നീളുന്ന ഫിലഡൽഫിയ കോറിഡോറിന്റെ ഇപ്പോൾ പൂർണ്ണ നിയന്ത്രണം ഇസ്രയേലിലാണ്. ആ കോറിഡോർ റഫ വഴിയാണ് പാസ് ചെയ്യുന്നത്. ആ കോറിഡോറിൽ സൈനിക സാന്നിധ്യം ഘട്ടം ഘട്ടമായി ഇസ്രയേൽ കുറച്ചു കൊണ്ടുവരും. അത് പൂർണ്ണമായി ഈജിപ്തിന് കൈമാറും എന്നാണ് ഇപ്പോഴത്തെ വ്യംഗ്യമായ പരാമർശം. അത് എത്രത്തോളം ഇസ്രയേലിനെ ഹോൾഡ് ചെയ്യാനാവും, എത്രത്തോളം അത് പാലിക്കാനാവും എന്നതിനെ കുറിച്ച് തർക്കമുണ്ട്. പൂർണ്ണമായ ഇസ്രയേലി കൈമാറ്റം, ഇസ്രയേലി സൈനിക പിന്മാറ്റം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് അറിയില്ല. ഘട്ടം ഘട്ടമായി പിന്മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെഥാലിം കോറിഡോർ, അവിടെയും ഇസ്രയേലി സൈനിക സാന്നിധ്യം വളരെ വലിയ തോതിലാണ്. അപ്പൊ ഭാവി ഗാസയെ കുറിച്ചുള്ള സുരക്ഷാ ചിത്രം ഇസ്രയേലിന്റെ കയ്യിൽ വളരെ വ്യക്തമാണ്. ആ സുരക്ഷാ പാരഡൈമിൽ ഇസ്രയേൽ ഗാസയെ നെടുകയും കുറുകയും പലതായി മുറിച്ച് അവിടെയെല്ലാം ചെറിയ സൈനിക സാന്നിധ്യം തന്ത്രപ്രധാനമായ പോയിന്റുകളിൽ, ഗ്രാമങ്ങളിൽ നിന്നെല്ലാം പിന്മാറും, നഗരങ്ങളിൽ നിന്ന് പിന്മാറും. പക്ഷെ ഹൈവേകൾ സംയോജിക്കുന്ന ഇടങ്ങളിൽ അവിടെയാണ് ഫ്ലാഷ് പോയിന്റുകൾ. അവിടെ സൈനിക സാന്നിധ്യം ചെറിയ തോതിലെങ്കിലും നിലനിർത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് മാത്രമല്ല, ഈ മൊത്തത്തിൽ ബാഹ്യശക്തികളുടെ എത്രത്തോളം ഇടപെടൽ ഇതിനകത്തുണ്ട് എന്നതും ഇതിനകത്തൊരു വലിയ ചോദ്യമാണ്. ഇസ്രായേൽ എന്തുകൊണ്ട് ഇപ്പോൾ നെതന്യാഹു വഴങ്ങി? ഇതേ പ്രപ്പോസൽ 6 മാസം മുൻപ് വെച്ചതാണ്. അവിടെ വഴങ്ങാത്ത നെതന്യാഹു ഇപ്പോഴെന്തിന് ഇതേ പ്രപ്പോസൽ വഴങ്ങി എന്ന് പറയുമ്പോൾ ട്രംപിനെ പേടിച്ചിട്ടാണെന്ന് പറയുന്നത് ഉപരിപ്ലവമാണ്. പക്ഷെ പേടിയുടെ യഥാർത്ഥ കാരണം കൂടി അറിയുകയാണ് പ്രധാനപ്പെട്ട കാരണം. 2024 ജൂണിൽ ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഒരു കരാർ വ്യവസ്ഥകളാണ് ഇപ്പോൾ ഇരു കൂട്ടരും അംഗീകരിക്കുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. 33 ബന്ദികളുടെ ലിസ്റ്റ് അടക്കം ഹമാസ് കൈമാറുന്നു. ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികൾ ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റിലായിരുന്നില്ല എന്നായിരുന്നു നേരത്തെ ഇസ്രായേൽ ലോകത്തോട് പറഞ്ഞത്. അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ? അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതല്ല. കാരണം 94 പേരാണ്, ഒന്നുകിൽ 96 അല്ലെങ്കിൽ 94 പേരാണ് ജീവനോടെ ഉണ്ട് എന്ന് ഇപ്പോൾ ഹമാസ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. 105 പേരുണ്ടാവും, 104-105 പേരുണ്ടാവണം. പക്ഷേ 35 പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 35 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവസാന കൈമാറ്റം വരുമ്പോൾ, 3ാം സ്റ്റേജിലെ കൈമാറ്റം വരുമ്പോൾ ഇപ്പോൾ 33 പേരെ മണിയായിട്ട് കൈമാറാൻ പറ്റും. അടുത്ത ലിസ്റ്റും 66 പേരിൽ എത്തി നിൽക്കും. ബാക്കി എണ്ണം തികയ്ക്കാൻ
ഒരുപക്ഷെ ഹമാസിന് കഴിയില്ലെങ്കിൽ അവരെവിടെ എന്ന ചോദ്യത്തിന് ഹമാസ് ഉത്തരം പറയേണ്ടി വരും. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പൊ ഇവിടെ ആർക്കും വലിയ നിശ്ചയമില്ല. ഇപ്പോൾ 94ഓളം പേരാണ് ജീവനോടെ ഉണ്ടെന്ന് കരുതപ്പെടുന്നത്. അതേക്കുറിച്ച് ഹമാസും വ്യക്തമായി പറയുന്നില്ല എത്ര പേരുണ്ട് എന്ന്. അത് ഘട്ടം ഘട്ടമായുള്ള കൈമാറ്റത്തിന്റെ അവസാന ഘട്ടം വരുമ്പോൾ കൈമാറാൻ ബന്ദികൾ ഇല്ലാതെ വന്നാൽ അവരെവിടെ പോയി അവരുടെ ശരീരാവശിഷ്ടങ്ങളെങ്കിലും ഹാജരാക്കാൻ ഹമാസിന് കഴിയുമോ എന്നത് പലതും നശിച്ചു പോയിട്ടുണ്ടാകാം. അപ്പൊ അൺഅക്കൗണ്ടഡ് നമ്പേഴ്സ് പലതും ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ആ ഒരു കഥാ തന്തുവിൽ പിടിച്ചുകൊണ്ട് ഇസ്രയേലിനെ ചില കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം രാജ്യം ഇസ്രയേലാണ്, അവർക്ക് സുരക്ഷ തന്നെയാണ് പ്രധാനം. അവർക്ക് ഭാവിയിലും ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുകയും പോസ്റ്റ് വാർ ഗാസയുടെ ഭരണം ഒരിക്കൽ കൂടി ഹമാസിന്റെ കയ്യിൽ എത്തുകയും ചെയ്യുന്നത് ഇസ്രയേൽ അംഗീകരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കടന്ന്, ഒന്നാം ഘട്ടം ബന്ദി കൈമാറ്റമാണ് പ്രധാനമായി. രണ്ടാം ഘട്ടത്തിൽ ഒരുപക്ഷെ ഇപ്പം ട്രക്ക് ലോഡ് 600, ഒരു ദിവസം 600 ട്രക്കാണ് ഓരോ ദിവസവും കടന്നു വരുന്നത്. അതിനുശേഷം രണ്ടാം ഘട്ടത്തിൽ 15 ദിവസത്തിനകം ചർച്ച ഉണ്ടാകും. 15 ദിവസത്തിനകം ചർച്ച ഉണ്ടാകും. ആ ചർച്ചയിൽ ഒരുപക്ഷെ ചില പൊട്ടലും ചീറ്റലും ഉണ്ടാകും. മൂന്നാം ഘട്ടം ചർച്ചയും ഒരുപക്ഷെ 42 ദിവസത്തിനുള്ളിൽ തന്നെ നടന്നേക്കാം. അങ്ങനെയെങ്കിൽ ആ മൂന്നാം ഘട്ട ചർച്ചയിൽ ഗാസയുടെ പുനഃസൃഷ്ടിയാണ്. ആ ഗാസയുടെ പുനഃസൃഷ്ടിയോടൊപ്പം തന്നെ ഗാസയ്ക്ക് ഒരു ഭരണകൂടം ഉണ്ടാകണം. എന്തായിരിക്കും ഗാസയുടെ ഭരണകൂടം? ആരായിരിക്കും അതിന് നടുനായകത്വം വഹിക്കുന്നത്? ഒരിക്കൽ കൂടി ഹമാസിനെ ഏൽപ്പിച്ചാൽ പിന്നെ നെതന്യാഹു ഇല്ല, അതുറപ്പാണ്. ഇസ്രയേലിന്റെ ഒരു ശക്തിയും ഒരു രാഷ്ട്രീയ കക്ഷിയും ഹമാസിന്റെ കയ്യിൽ തന്നെ വീണ്ടും ഗാസ. ഇപ്പൊ ചർച്ച നടത്തുന്നത് ഹമാസ് ആണെന്ന് പറഞ്ഞാലും ഇസ്രയേലും ഹമാസും തമ്മിൽ നേരിട്ട് കരാറില്ലെന്ന് ഓർക്കണം. മധ്യസ്ഥന്മാർ എഴുതി കൊടുത്ത അപ്രോച്ച് പേപ്പേഴ്സ്, ഡ്രാഫ്റ്റ് റെസൊല്യൂഷനിലാണ് ഇപ്പോൾ ഒപ്പിടുന്നത്. അതുകൊണ്ട് നേരിട്ടുള്ള ചർച്ചകൾ ഹമാസുമായി നടത്തുന്നത് ഇസ്രയേലിന്റെ മുഖം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പോസ്റ്റ് വാർ ഗാസയിൽ പുതിയ തരം ഭരണകൂടം വെസ്റ്റ് ബാങ്കിൽ ഉള്ളതുപോലെ പകുതി നൊക്യസ് ആയ ഒരു ഭരണകൂടം മുഹമ്മദ് അബ്ബാസിന്റെ ഭരണകൂടത്തിന്റെ ഒരു എക്സ്റ്റൻഷനായോ അല്ലെങ്കിൽ അതുപോലെ ഒരു സമാന്തരം ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ഭരണകൂടമോ സൃഷ്ടിക്കണമെന്ന ഒരു ആവശ്യം ഇസ്രയേൽ അടുത്ത ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. നേരത്തെ ഇസ്രയേൽ അവകാശവാദം ഉന്നയിച്ചതുപോലെ ഒരു ബഫർ സോൺ, ഇപ്പൊ 700 മീറ്റർ അതിർത്തി പൂർണ്ണമായും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന വ്യവസ്ഥ കൂടി കരാറിന്റെ ഭാഗമായുണ്ട്. അപ്പോൾ ആ തലത്തിൽ ആ ബഫർ സോൺ പ്രഖ്യാപനം പാലിക്കാൻ കരാറിലൂടെ ഇസ്രയേലിന് കഴിഞ്ഞുവല്ലോ. അത് കഴിഞ്ഞു. ഗാസയ്ക്ക് ചുറ്റും 365 സ്ക്വയർ കിലോമീറ്റർ ആണ് ഗാസയുടെ വിസ്തീർണം. ആ വിസ്തീർണം ആ ഗാസയുടെ കിഴക്കൻ, വടക്ക്, കിഴക്ക്, തെക്ക് മേഖലകളിലെല്ലാം തന്നെ വേലി കെട്ടി ഇസ്രായേൽ അടച്ചു. അതിനു ചുറ്റും ഒരു നോ ഫ്ലൈ സോൺ, നോ വാർ സോൺ അല്ലെങ്കിൽ ഡീമിലിറ്ററൈസ്ഡ് ബഫർ സോൺ, ഒരു കുഷനിങ് ഇഫക്റ്റ് ആണ്. അത് ഉണ്ടാകണമെന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ന്യായമാണ്. കാരണം അത് കടന്നാൽ മാത്രമേ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഈ ഒക്ടോബർ 7 പോലെയുള്ള ആക്രമണങ്ങൾ ഇനിയും ഒഴിവാക്കണമെങ്കിൽ ഇതുപോലെയുള്ള ബഫർ സോൺ, ഈ ബഫർ സോണിന്റെ നിയന്ത്രണം, ബഫർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും അല്ലാത്തത് എന്നാണ് അർത്ഥം, നോമാൻസ് ലാൻഡ് ആണ്. പക്ഷെ അവിടെ ഇസ്രായേലിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താതെ ഒരിക്കലും ഇസ്രായേലിന്റെ സുരക്ഷാ പാരഡൈം അവിടെ നിറവേറില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ തട്ടിയും ഒരു പക്ഷേ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മറ്റു തലങ്ങളിൽ ഇപ്പോൾ ഹിസ്ബുള്ളയുമായുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ വിജയിച്ചു നിൽക്കുന്നു. സിറിയയിലെ പുതിയ ഭരണകൂടം ഇപ്പോൾ ഇസ്രായേലുമായി കടുത്ത ശത്രുതയിലൊന്നുമല്ല. ഇസ്രായേലുമായി ഒരു സൗഹൃദ തലത്തിലുള്ള സംഭാഷണങ്ങൾ സിറിയ തുടങ്ങി വെച്ചു. മറുവശത്ത് ഗസ ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ ഒരു കരാറല്ല നിലവിൽ വരുന്നതെങ്കിലും ഗസയിലും ഈ യുദ്ധം അവസാനിക്കുന്നതോടെ വീണ്ടും ഒരു ശാന്തിയിലേക്ക് ഇസ്രായേൽ മടങ്ങുന്നു എന്നതിന്റെ സൂചനയാണോ? മറുവശത്ത് ഹൂതികളും ഇപ്പോൾ ഒട്ടൊന്ന് ആക്രമണങ്ങളൊക്കെ ശമിപ്പിച്ചു നിൽക്കുന്ന ഘട്ടമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാന വസ്തുത, ഹമാസ് എന്നത് ഒരു ലെസർ ഈവിളാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഹിസ്ബുള്ള എന്നതും ഈ ഇറാന്റെ സഹായത്തോടുകൂടി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള സിറിയയിൽ നിന്നുള്ള ആക്രമണങ്ങളും ഒരു റിയലിസ്റ്റിക് ത്രെട്ടാണ്. അതുപോലെ തന്നെ ഹൂതികൾ ഇസ്രായേലിന്റെ മാത്രം കൺസേൺ അല്ല, ലോക കമ്മ്യൂണിറ്റിയുടെ, വ്യാപാര സമൂഹത്തിന്റെ, അമേരിക്കയുടെ കൂടെ കൺസേൺ ആണ് ഹൂതികൾ. കാരണം ചെങ്കടൽ മേഖല ഹൂതികൾ ഇനിയും അടക്കി വാഴുന്നത് അനുവദിക്കാനാവില്ല എന്നൊരു ചിന്ത ട്രംപിനുൾപ്പെടെയുണ്ട്. അതുകൊണ്ട് വല്ലതും നടക്കും. പക്ഷേ ഇപ്പൊ ഏറ്റവും വൈകി ഹൂതികളുടെ ഭാഗത്ത് യമനിൽ നിന്നും ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാം പറഞ്ഞ് സെറ്റപ്പാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ തൽക്കാലം അടങ്ങുന്നു. കാരണം ഏതെങ്കിലും കാരണവശാൽ കരാർ വ്യവസ്ഥകൾ ഇസ്രായേൽ ലംഘിച്ചാൽ ഞങ്ങൾ വീണ്ടും കപ്പലുകളെ
ആക്രമിക്കും എന്ന ഒരു വാചകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഇട അമേരിക്ക നൽകുമോ എന്നതാണ്. കാരണം ഇതൊരു കോംപ്രിഹെൻസീവ് പാക്കേജ് ആണെങ്കിൽ ഇസ്രയേലി ഗവൺമെന്റും അല്ലെങ്കിൽ ഹമാസും തമ്മിലുള്ള കരാർ കൊണ്ട് മധ്യപൗരസ്ത്യ പ്രദേശം ശാന്തമാകുന്നില്ല. കാരണം വിഷയം എന്ന് പറയുന്നത് പലസ്തീനിയൻസ് എന്ന് പറയുന്ന ഒരു ബെയ്റ്റ് മാത്രമാണ്. വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലാർജർ വിഷയമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പലസ്തീനിയൻസിന് അല്ലെങ്കിൽ ഹമാസിന് ഈ വിഷയം ലോക ശ്രദ്ധയിൽ നിലനിർത്താൻ കഴിഞ്ഞു. അവർ ചെയ്ത ഹീനമായ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ അഴിച്ചുവിട്ടത്. പക്ഷേ ഡൈഡൗൺ ചെയ്തുകൊണ്ടിരുന്ന അറബി മനസ്സുകളിൽ ഏതാണ്ട് എഴുതി തള്ളി വിസ്മൃതിയിലായിരുന്ന പലസ്തീനിയൻ ഇഷ്യൂ ഒരിക്കൽ കൂടി മുന്നണിയിൽ കൊണ്ടുവന്ന് നിർത്താനായി. അതുകൊണ്ട് ഈ വിഷയം കുറച്ചു കാലം കൂടെങ്കിലും കത്തി നിൽക്കും. ഈ വിഷയം ഒരുപക്ഷെ ശാശ്വതമായ പരിഹാരം എന്നത് ഈ ഡീൽ കൊണ്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഹൂതികൾ നിയന്ത്രണ വിധേയമാകണം. ഹിസ്ബുള്ള ഡൗൺ ബട്ട് നോട്ട് ഔട്ട് കംപ്ലീറ്റ്ലി. ഇപ്പോൾ പുതിയ ഭരണകൂടം വന്നു കഴിഞ്ഞു സിറിയയിൽ. പക്ഷെ ആ ഭരണകൂടം എന്താണ് നാളെ ചെയ്യാൻ പോകുന്നത് എന്നത് ചിന്തനീയമായ കാര്യമാണ്. ഇറാൻ എന്ന രാജ്യം തൽക്കാലം സ്വല്പം അടങ്ങി നിൽക്കുന്നു. കാര്യമായി ഒന്നും കഴിഞ്ഞ 2 ആഴ്ചയിൽ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴും മുറിവേറ്റ സിംഹം തന്നെയാണ് ഇറാൻ. അപ്പൊ ഇതുകൊണ്ട് ഇസ്രായേലിൽ എത്രത്തോളം സുരക്ഷാ ബോധം ഉണ്ടാകും ഇനിയാണെങ്കിലും എന്നത് ചിന്തനീയമായ കാര്യമാണ്. പക്ഷെ വൺ അറ്റ് എ ടൈം ജനറലി ഐ വുഡ് സേ ഇസ്രായേൽ ഹാസ് എൻ അഡ്വാൻറ്റേജ് ബിക്കോസ് അവർക്ക് അനുകൂലമായ രീതിയിലാണ് ഹിസ്ബുള്ളയുമായിട്ടുള്ള കരാർ, അവർക്ക് അനുകൂലമായ രീതിയിലാണ് സിറിയയിലെ ഭരണമാറ്റം. ഇറാൻ ഏതാണ്ട് വളരെ നൊക്യസായി ഇപ്പോൾ പെരുമാറുന്നു. തൽക്കാലം അനുകൂലമാണ്. പക്ഷെ ഭാവിയിൽ എങ്ങനെയാകണമെന്നില്ല. നേരത്തെ ഹമാസിന് ചില അന്ത്യശാസനമൊക്കെ ട്രംപ് കൈമാറിയിരുന്നു. താൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് നരകതുല്യമായ അവസ്ഥയായിരിക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കരാർ നടപ്പിൽ വരുമ്പോൾ യാതൊരുവിധ പ്രതികരണങ്ങളും ഇതുവരെ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഡൊണാൾഡ് ട്രംപ് നടത്തുന്നില്ല. പക്ഷേ ജോ ബൈഡൻ വളരെ കരുത്തോടെ പറയുന്നു, ഇത് 2024 ജൂണിൽ ഞാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ കരാറിന്റെ മുഴുവൻ ക്രെഡിറ്റും ജോ ബൈഡൻ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമമല്ലേ? മറുവശത്ത് ട്രംപ് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്ന മട്ടിൽ ഇപ്പോൾ നിൽക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? പഴയ പുലിയും പുതിയ പുലിയും ചേർന്ന് ഈ പുതിയ കാട് ഒന്ന് ഭരിക്കാനുള്ള ആലോചനയിലാണ്. ഔട്ട് ഗോയിങ് പുലി എന്ന് ഉദ്ദേശിച്ചത് ജോ ബൈഡനെയാണ്. ഇൻകമിങ് പുലി ഒരു പുലിയാണെന്ന് മുൻകൂട്ടി തന്നെ തെളിയിച്ച ആളുമാണ്, അത് ട്രംപാണ്. അപ്പൊ ട്രംപ് ഏകപക്ഷീയമായി ക്രെഡിറ്റ് എടുക്കുന്നില്ല എന്ന് ബൈഡൻ ഉറപ്പുവരുത്തി, ബൈഡന് മുഖം നഷ്ടപ്പെടുന്നില്ല എന്ന് ട്രംപും ഉറപ്പുവരുത്തി. ഈ 2 അച്ചായന്മാരും ചേർന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയി അതിനെ വേണമെങ്കിൽ കാണാം. അതുകൊണ്ട് ഇതെല്ലാം വിൻ വിൻ സിറ്റുവേഷൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുമായ ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഇതിനകത്ത്. ആ താല്പര്യം എന്ന് പറയുന്നത് ബിസിനസ് താല്പര്യമാണ്. ട്രംപ് ആരെയാണ് മധ്യപൗരസ്ത്യ പ്രദേശത്തേക്ക് ചർച്ചകൾക്കായി അയച്ചത്? അദ്ദേഹം പ്രസിഡന്റ് അല്ലെന്ന് ഓർക്കണം. ഔട്ട് ഗോയിങ് പ്രസിഡന്റ് ആണ് ആളെ അയക്കേണ്ടത്. വിദേശകാര്യ സെക്രട്ടറി അയച്ചു. തീർച്ചയായും അദ്ദേഹം ആന്റണി ബ്ലിങ്കൻ അവിടെ ചെന്നു, ചർച്ചകൾ നടത്തി. വിറ്റ്കോഫിനെയാണ് അയച്ചത്. വിറ്റ്കോഫ് എന്നത് ട്രംപിന്റെ ഏജന്റ് ആണ്. വെറും ഏജന്റ് അല്ല, ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങള് നോക്കി നടത്തുന്ന ഏജന്റ് ആണ്. അദ്ദേഹത്തിന് സൗദി റോയൽ ഫാമിലിയുമായിട്ട് ബന്ധമുണ്ട്, റിയൽ എസ്റ്റേറ്റ് പരമായ ബന്ധമുണ്ട്. സൗദിക്ക് നിക്ഷേപങ്ങളുണ്ട് അമേരിക്കയിൽ, വിദേശത്ത് മറ്റ് പലയിടങ്ങളിലുമുണ്ട്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഖത്തറിന്റെ ഭരണാധികാരികൾക്ക്, മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിന്റെ പരമാധികാരികൾക്ക് അമേരിക്കയിൽ നിക്ഷേപമുണ്ട്, ലോകത്തിന്റെ പലത്തുണ്ട്. ഈ പറയുന്ന സ്റ്റീവ് വിറ്റ്കോഫ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രംപിന്റെ ഏജന്റ് ആണ്. UAE-യിൽ ശക്തമായ വ്യാപാര താല്പര്യങ്ങളുണ്ട് ട്രംപിനും ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനും. അതുകൊണ്ട് ഇവരെ ഒന്നും പിണക്കിക്കൊണ്ട് ട്രംപ് അധികം മുന്നോട്ട് പോവില്ല എന്നൊരു പേടി നെതന്യാഹുവിനുണ്ട്, ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് ബൈഡൻ അങ്ങനെ പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല, ഇസ്രായേൽ എന്ന താല്പര്യമേ ഉള്ളൂ. പക്ഷേ ട്രംപിന് അറബ് ലോകത്ത് ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളുണ്ട്. അത് പാലിക്കാൻ ദേശീയ താല്പര്യമാണ് വലുത്. അമേരിക്ക ഫസ്റ്റ് ഒക്കെയാണ്. അമേരിക്കയെക്കാളും ഫസ്റ്റായി നിൽക്കുന്നത് ഒരു പക്ഷേ സ്വകാര്യ താല്പര്യങ്ങളാണ് എങ്കിൽ ഇസ്രായേലിന് വാരിക്കോരി ഇനിയും ആയുധങ്ങളും പണവും നൽകാനാവില്ല എങ്കിൽ ഒരു പക്ഷെ ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പ് ഡീൽ സൈൻ ചെയ്യാമെന്ന ചിന്ത ഇസ്രായേലിന് വന്നിരിക്കാനും സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഈ ട്രംപും ബൈഡനും 2 പേർക്കും ആശ്വാസകരമാകുന്ന, അഭിമാനകരമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഈ യുദ്ധാനന്തര അനാലിസിസിന് വിധേയമാക്കുമ്പോൾ ഇത് ആത്യന്തികമായി ഇസ്രായേലിന് ഗുണകരമായോ?
ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ, ഈ പുതിയ ലോകക്രമത്തിന്റെ എന്തെങ്കിലും തുടക്കം ഈ യുദ്ധത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുമോ? പുതിയ ലോകക്രമം എന്ന് കൃത്യമായി പറയാനാവില്ല. പക്ഷേ മധ്യ പൗരസ്ത്യ പ്രദേശത്തിന്റെ സമവാക്യങ്ങളിൽ കാര്യമായ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു പ്രതാപം ഇസ്രായേലിന്റെ സഹായത്തോടുകൂടി തിരിച്ചു പിടിക്കാൻ കഴിയുന്നു. അതായത് അറബ് രാജ്യങ്ങൾ ചൈന സ്വാധീനത്തിലും റഷ്യ സ്വാധീനത്തിലും പെട്ടു പോകാതെ ഈജിപ്തിനെയും ഖത്തറിനെയും മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് കളിച്ചത് അമേരിക്കയാണ്. അപ്പൊ ഇസ്രായേലിനോടും അറബ് രാജ്യങ്ങളോടും ഒരേ സമയം സൗഹൃദമുണ്ട്. അതുപോലെ സിറിയയിലെ പുതിയ ഭരണകൂടം ഉൾപ്പെടെ അമേരിക്കയുടെ താല്പര്യപ്രകാരമാണ് പുതിയ ഭരണകൂടം വന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനോട് പോലും അമേരിക്കയ്ക്ക് ശത്രുതയില്ലെന്ന് ഓർക്കണം. അപ്പൊ ഇസ്ലാമിക ലോകം മുഴുവൻ അമേരിക്കയ്ക്ക് എതിരാണ് എന്ന വിവക്ഷ ഒഴിവാക്കാൻ ബോധപൂർവമായ ശ്രമം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഭാവി കരുതിയുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഏത് നിമിഷവും ഈ റഷ്യയും ചൈനയും ചേർന്ന് സിറിയ, ഇറാഖ്, ഇറാൻ, ഒരു പരിധിവരെ പിന്നീട് ഈജിപ്തും അങ്ങനെ വരാം. ഇതെല്ലാം തന്നെ ഒരു കാലത്ത് റഷ്യൻ സ്വാധീന മേഖലകളായിരുന്നു. ഇതെല്ലാം തിരിച്ച് റഷ്യൻ ചൈനീസ് സ്വാധീന മേഖലയിലേക്ക് പോയാൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ അമേരിക്കയ്ക്ക് കാലിടറും. അതുകൊണ്ട് ഈ പീസ് ഡീലിൽ അമേരിക്കയ്ക്ക് സാന്നിധ്യം ഉണ്ടാകണമെന്നൊരു വാശിയായിരുന്നു അമേരിക്കയ്ക്ക്. അത് സാധിച്ചെടുത്തു. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് പരമാവധി മധ്യപൗരസ്ത്യ പ്രദേശത്ത് നിന്ന് ചൈനീസ് താല്പര്യങ്ങളെയും റഷ്യൻ താല്പര്യങ്ങളെയും ജോയിന്റ് അറബ് ഇസ്രായേൽ ഇനിഷ്യേറ്റീവിലൂടെ മാറ്റി നിർത്തുന്നു. ഇതാവണം ട്രംപിന്റെ പോളിസി. അത് മാത്രമല്ല, അബ്രഹാമിക കരാറുകൾ 3 കഴിഞ്ഞു. പിന്നെ ബഹ്റൈനുമായും UAEയുമായും മൊറോക്കോയുമായും എല്ലാം അബ്രഹാമിന്റെ സന്തതികളാണ്. അബ്രഹാമിന്റെ സന്തതികൾ പല രാജ്യങ്ങളുടെ രൂപത്തിൽ ഇനിയുണ്ട്. ഈ സന്തതികൾ എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ 19 രാജ്യങ്ങൾ വരും, 10-20 രാജ്യങ്ങളെങ്കിലും വരും. ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം ഒന്നൊന്നായി ഇസ്രായേലിനെ സന്ധി ചെയ്യാൻ സാധിച്ചാൽ അത് അമേരിക്കയ്ക്ക് ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും. ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് അതൊരു തിരിച്ചടിയുമാകും. ഒരുപക്ഷെ ഹമാസിന്റെ കാര്യം അവിടെയാണ് തീരുമാനമാകുന്നത്. കാരണം ഹമാസ് ഈ ആക്രമണം അഴിച്ചുവിട്ടത് തന്നെ സൗദി അറേബ്യ അബ്രഹാമിക കരാർ ഒപ്പിടുന്ന ഘട്ടം വന്നപ്പോഴാണ്, ഇസ്രായേലുമായി സന്ധി ചെയ്യുന്ന ഘട്ടം വന്നപ്പോഴാണ് ഈ ആക്രമണം തന്നെ വന്നത്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ റീവൈൻഡ് ചെയ്ത് നമുക്ക് നോക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടിയില്ലേ, ഈ സുന്നി മുസ്ലിം രാജ്യങ്ങൾ ഒന്നുപോലും ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ നമ്മളിപ്പോൾ ഈ വെടിനിർത്തൽ കരാർ വരെയുള്ള ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ സുന്നി മുസ്ലിം രാജ്യങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും പൂർണ്ണ പിന്തുണയോടെ ഹമാസിന് വേണ്ടി നിലകൊള്ളുന്നില്ല. ഇറാന് യാതൊരു വിധത്തിലും അവർ പിന്തുണ നൽകുന്നില്ല. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഭീകര സംഘങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറയുകയായിരുന്നു. അപ്പോൾ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു നേട്ടമല്ലേ? പലസ്തീൻ കോസിന് വേണ്ടി യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളാണ് നിൽക്കേണ്ടത്. അത് മിക്ക അറബ് രാജ്യങ്ങളും സുന്നി രാജ്യങ്ങളാണ്. പക്ഷെ നിന്നത് ഷിയ രാജ്യമായ ഇറാനാണ്. ഷിയാക്കൾക്ക് പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് ഹൂതികൾ. അതുപോലെ ഹിസ്ബുള്ളയും ഷിയ മിലിഷ്യയാണ് ലെബനനിൽ. അതുപോലെ ഷിയ മിലിഷ്യ സിറിയയിലെ അല്ലെങ്കിൽ ഇറാഖിലെ. അപ്പൊ ഷിയ വിഭാഗക്കാരാണ് പലസ്തീനിയൻ കോസ് ഏറ്റെടുത്തത്. അത് ഒരു പരിധിവരെ അറബ് രാജ്യങ്ങൾക്കൊരു മുഖം നഷ്ടപ്പെടുന്നതിന് കാരണമായി. പക്ഷേ അതേ അറബ് രാജ്യങ്ങൾ ഷിയ രാജ്യമായ ഇറാന്റെ സാന്നിധ്യം ഇല്ലാതെ ഈ ഡീലിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പറയുമ്പോൾ അറബികൾക്ക് അവിടെ മുഖം നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതൊരു തരം വിൻ വിൻ സിറ്റുവേഷനാണ്. ഇതിൽ ചെറിയ തോതിലെങ്കിലും ഇറാൻ ദുഃഖിതരായിരിക്കാം. പക്ഷെ വേണമെങ്കിൽ അവർക്കും ആശ്വസിക്കാം. കാരണം അവർ ശക്തമായ ആക്രമണം നടത്തിയത് കൊണ്ടാണ്, 2 വട്ടം ഇറാന്റെ മേൽ ഇസ്രായേലിന്റെ മേൽ തീപിടി പെയ്ച്ചത് കൊണ്ടാണ് അവസാനം പേടിച്ച ബെഞ്ചമിൻ നെതന്യാഹു ഡീൽ ഒപ്പിട്ടത് എന്ന് അവർക്കും മേനി നടിക്കാം. മറുവശത്ത് ഇപ്പോൾ ഈ കരാർ യാഥാർത്ഥ്യമാക്കാൻ മൊസാദിന്റെ തലവൻ ബേണി ഇവിടെ ഖത്തറിലെ ദോഹയിലെത്തിയിരുന്നു. സാധാരണ മൊസാദ് തലവന്മാരെ ഇസ്രായേൽ വിളിക്കുന്നത് റംസത്ത് എന്നാണല്ലോ. സാധാരണ ഓരോ റംസത്തിന്റെയും കാലഘട്ടം കഴിയുമ്പോൾ അടുത്ത റംസത്ത് അധികാരത്തിലെത്തുമ്പോൾ അവർ നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. വരുന്ന 13 വർഷത്തേക്ക് ഇസ്രായേലിനെ സുരക്ഷിതമാക്കിയിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നത്. ആ ഉത്തരവാദിത്വം അടുത്ത ആൾക്ക് ഏൽപ്പിക്കുന്നു. ഇവിടെയും വരുന്ന ഒരു 10 പതിറ്റാണ്ട് ഇസ്രായേലിനെ സുരക്ഷിതമാക്കി എന്ന് അവകാശപ്പെടാൻ കഴിയുമോ നെതന്യാഹുവിന്, ഇപ്പോഴത്തെ റംസത്തിന്, ഇപ്പോഴത്തെ IDF ചീഫിന്? ഹെഴ്സി ഹലവി വല്ലാത്തൊരു യുദ്ധവീര്യമായിരുന്നു ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ പ്രകടമാക്കിയത്. അപ്പോൾ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആ തരത്തിൽ മുന്നോട്ടുള്ള ഒരു സുരക്ഷ മുന്നിൽ കണ്ടുള്ള ഒരു യുദ്ധമായിരുന്നില്ലേ?
ഡേവിഡ് ബാർണിയാണ് രക്ഷകൻ. അദ്ദേഹമാണ് ഈ പറയുന്ന സീക്രട്ട് സർവീസിന്റെ മൊസാദിന്റെ തലവൻ, ഡയറക്ടർ. ഇറാന്റെ അന്തപുരങ്ങളിൽ വരെ ബോംബ് നിക്ഷേപിച്ച് നമ്മുടെ ഹനിയ അന്തപുരത്തിലാണല്ലോ ഹനിയ പിടഞ്ഞു മരിച്ചത്. അവിടെ അപ്പൊ ഒരിടത്ത് രക്ഷയില്ല. ഈ പേജർ ആക്രമണം പിന്നെ അത് എവിടെയെല്ലാം നീണ്ടു. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ, അത് ഇറാന്റെ പ്രസിഡന്റ് മരിച്ചത് പോലും ഒരു പക്ഷേ പേജർ ആക്രമണത്തിലാണോ എന്ന സംശയം ഇപ്പോൾ. ഇറാന്റെ പ്രധാനമന്ത്രി ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസ് മരിച്ചത് തന്നെ ഒരുപക്ഷെ വിമാനാപകടത്തിൽ ഹെലികോപ്റ്റർ അപകടമെന്ന് പറയുമ്പോഴും ആ ഹെലികോപ്റ്ററിനുള്ളിൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിനുള്ളിൽ ഒരു പേജർ ഉണ്ടായിരുന്നു എന്നും ആ പേജർ പൊട്ടിത്തെറിച്ചതാകാമോ എന്നും ഉള്ള ചർച്ചകൾ റൗണ്ടിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഡേവിഡ് ബാർണി നൽകുന്ന ഒരു സ്ഥിരത, അതാണ് തന്റെ രാജ്യത്തെ സംരക്ഷിച്ചുകൊള്ളാം. ഈ ഇസ്രയേൽ ജൂബിലിയിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. ബിബ്ലിക്കൽ ഒരു കോൺസെപ്റ്റാണ് ജൂബിലി. യഹൂദിന് വളരെ പ്രധാനമാണ്. എല്ലാ കടങ്ങളും 7 വർഷം കൂടുമ്പോൾ എഴുതി തള്ളുന്നു. 7ന്റെ ഗുണിതങ്ങളായി ഇങ്ങനെ പോകുന്നു. അതിൽ ഒരു 7ന്റെ ഗുണിതം അല്ലെങ്കിൽ പോലും 13 ഒരു പ്രത്യേക വർഷമാണ്. ഈ 13 അശുഭകരമായ 14 മുമ്പുള്ള ഈ രണ്ടാം പിന്നെ ജൂബിലിക്ക് മുമ്പുള്ള എല്ലാ കടങ്ങളും പുറത്തു എഴുതി തള്ളി. അങ്ങനെ കടങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടാനുള്ളതാണ്. അത് വാശിയുള്ള കടങ്ങളും അല്ലാത്ത കടങ്ങളും വീട്ടാനുള്ളതാണ്. അത് ഇസ്രായേൽ എല്ലാ കാലത്തും ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഡേവിഡ് ബാർണി പ്രതിജ്ഞ ചെയ്തത് ഇത് മുഴുവൻ തന്നെ സംരക്ഷിച്ചു കൊള്ളാം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ തന്നെ ദോഹയിൽ ചർച്ചയ്ക്ക് വിടുകയാണ് അല്ലെ. ദോഹയിലെ ചർച്ചയ്ക്ക് സാധാരണഗതിയിൽ മൊസാദിന്റെ തലവൻ പങ്കെടുക്കാറില്ല. IDF-ന്റെ ചീഫ് പോയി, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതിനിധി പോയി, അത് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, ട്രംപിന്റെ പ്രതിനിധി പോയി വിറ്റ്കോഫ്, അതുപോലെ IDF-ന്റെയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ചില ആളുകൾ പോയി. അപ്പൊ ഇതൊരു സമഗ്രമായ പാക്കേജാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നതിനേക്കാളും സങ്കീർണമായ പ്രക്രിയയാണ്. ഒരു ആഴ്ചയിൽ കൂടുതൽ നീണ്ടുനിന്ന ഇന്റേണൽ നെഗോസിയേഷൻ, അതാണ് പരിസമാപ്തിയിൽ ഇപ്പൊ എത്തിയിരിക്കുന്നത്. എത്തിയില്ല. ഇതാണ് ലഭ്യ സ്ത്രീ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. കിട്ടിയില്ല, ഒരു മരീചികയായിട്ട് പോവുകയാണോ, അത് തീർത്തു പറയാനാവില്ല. കാരണം ഇത് തിങ്കളാഴ്ച നല്ല ദിവസം, കാരണം അത് ട്രംപ് അത് 20-ാം തീയതി അല്ല, ഞായറാഴ്ച വൈകിട്ട് ഞായറാഴ്ച വൈകിട്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി ഹമാസ് അറിയിച്ച വിവരം, ആദ്യ ബാച്ച് ഏതാണ്ട് 3-4 പേരാണ് ആദ്യ ബാച്ചിൽ. 33 പേര് ഒറ്റയടിക്കല്ല, പല ഘട്ടങ്ങളിലായിട്ടാണ്. 33 പേര്, ആദ്യം 3 പേര്, പിന്നെ 4 പേര്, ഇങ്ങനെ പിന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ യുദ്ധത്തിൽ ഒരു പേര് കൂടി ലോകം ശ്രദ്ധിച്ചു. സാധാരണ കേൾക്കുന്ന മൊസാദിനും IDF-നും അപ്പുറത്തും ഷിൻബെറ്റ് എന്നുള്ള ആഭ്യന്തര സുരക്ഷാ ഏജൻസിയാണ് ഷിൻബെറ്റ്. ഇതെല്ലാം ഈ രാവണൻ കോട്ടയാണ് ഇസ്രായേൽ അല്ലേ. ഒരു ലെവലിന് പുറത്ത് മറ്റൊരു ലെവൽ ഇങ്ങനെ സുരക്ഷ. അപ്പോൾ അതിശക്തമായ അറബ് രാജ്യങ്ങളുടെ മധ്യേ കിടക്കുന്ന ചെറിയ ജനസംഖ്യയുള്ള 1 ലക്ഷത്തിൽ താഴെയാണ് ജനസംഖ്യ. അതിൽ തന്നെ യഹൂദന്റെ നമ്പർ 1 ലക്ഷമൊന്നും വരുന്നില്ല. ആ രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ ആഭ്യന്തര സുരക്ഷ വേണം, വൈദേശിക സുരക്ഷയാണ് ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതാണ് മൊസാദിന്റെ റോൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എന്താണ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ചെയ്യുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ചെയ്യുന്ന ജോലിയാണ്. അല്ലെങ്കിൽ ISI, പാകിസ്ഥാൻ ISI ചെയ്യുന്ന, അമേരിക്കയുടെ ചാര സംഘടന ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. CIA ചെയ്യുന്ന ജോലിയാണ്. അതേസമയം ആഭ്യന്തര സുരക്ഷ നമ്മുടെ CBI പോലെ അല്ലെങ്കിൽ ആർമി ഇന്റലിജൻസ് പോലെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയാണ് ഷിൻബെറ്റ്. അതുകൊണ്ട് IDF-ന് ടെക്നിക്കൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ജോലിയാണ് ഇവർക്കെല്ലാം ഉള്ളത്. എന്തായാലും ലോകം ഒരു സമാധാനത്തിലേക്ക് പുലരും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇതിലപ്പുറം നമ്മുടെ ട്രംപിന്റെ ചില വാഗ്ദാനങ്ങളുണ്ട്. ഇസ്രായേലിന്റെ ഭൂവിസ്തൃതി ഇനിയും അവർക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു പ്രഖ്യാപനം എങ്ങനെ യാഥാർത്ഥ്യമാകും എന്നുള്ളതിനെ കുറിച്ച് വലിയ നിശ്ചയമില്ല. ഒരു കാര്യം അവിടെ പ്രസക്തമാണ്. കാരണം ഇതിനിടയ്ക്ക് ഒരു 3 ദിവസം മുൻപാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്വീറ്റാണോ മറ്റേതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ആണോ എന്ന് ഓർമ്മയില്ല, ഒരു മാപ്പ് പുറത്തുവിട്ടു. അതൊരു ബിബ്ലിക്കൽ ഒരു മാപ്പാണ്. എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഈജിപ്തിൽ നൈൽ നദി മുതൽ കിഴക്കങ്ങ് വടക്ക് കിഴക്ക് യൂഫ്രട്ടീസ് ടൈഗ്രീസ് വരെയുള്ള പ്രദേശങ്ങൾ, ഇതാണ് വിശാലമായ ഇസ്രായേൽ. അതായത് അബ്രഹാമിന് ദൈവം നൽകിയ ആദ്യ പിതാവെന്ന് കരുതുന്ന അറബികളും യഹൂദനും ക്രൈസ്തവനും ഒക്കെ ആദ്യ പിതാവെന്ന് കരുതുന്ന അബ്രഹാമിന് ദൈവം നൽകിയ ഒരു ഉറപ്പാണ്. ആ ഉറപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം.
പക്ഷെ അവർ അവസാനം താമസിച്ച ഇസ്രായേൽ, ജുഡിയ സമാരിയ ആ ഭാഗം അടക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിൽ തന്നെയാണ്. അതിനകത്ത് തന്നെ പലസ്തീൻ തർക്ക വിഷയമായി നിൽക്കുന്നു. പക്ഷേ വിശാല ഇസ്രായേൽ ആരൊക്കെ വരുമെന്ന് നോക്കാം. ഈജിപ്തിന്റെ കിഴക്കൻ പ്രദേശം, ഏഷ്യയിലെ ഈജിപ്ഷ്യൻ ഭാഗങ്ങൾ വരും, നൈലിന്റെ കിഴക്കുള്ള എല്ലാ പ്രദേശങ്ങളും വരും. അപ്പൊ ഈജിപ്തിന്റെ നല്ല മണ്ണ് മുഴുവൻ വരും. പിന്നെ ഇറാഖിന്റെ മണ്ണ് വരും. യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾ ഒഴുകുന്ന ഇറാഖിലൂടെയാണ് ഇന്ന്. അത് വരും. ഇറാഖിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, സിറിയയുടെ ഏതാണ്ട് 3/4 ഭാഗവും, ലെബനൻ എന്ന എൻറ്റയർ കൺട്രി, ജോർദാൻ എന്ന രാജ്യം മുഴുവൻ, എന്തിന് സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗവും വരും. ഇതെല്ലാം കൂടെ ചേർത്ത വിശാല ഇസ്രായേൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ട്രംപ് ഒരു ആഗ്രഹം പറഞ്ഞു വെച്ചല്ലോ. ട്രംപ് പറഞ്ഞു വെച്ചു, ഗ്രീൻലൻഡ് തരാമോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഏതാ? ഡെൻമാർക്കിനോട്. തന്നില്ലേ ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങ് എടുക്കും. ഇപ്പൊ കാനഡ, ഞാൻ ജനങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇങ്ങ് പോരെ, ഞങ്ങൾ എടുക്കുക 51ാം സംസ്ഥാനമായി. പാനമയോട് പറഞ്ഞു, ആ കനാൽ ഞങ്ങളല്ലേ പണിതത്, നിങ്ങൾ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്, ഞങ്ങൾ അങ്ങ് എടുത്തോളാം, സുഗമമായി കപ്പൽ ഗതാഗതം നടക്കട്ടെ. ഈ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു വെച്ചു. ഇന്ന് പറഞ്ഞു വയ്ക്കുന്ന ആഗ്രഹങ്ങളാണ് നാളെ പലപ്പോഴും നടന്നിട്ടുള്ളത് ചരിത്രത്തിൽ. അതുകൊണ്ട് ട്രംപ് വന്നു, എല്ലാം ശരിയായില്ലെങ്കിൽ പോലും ചിലതൊക്കെ ശരിയാകാനുള്ള സാധ്യത കാണാനുണ്ട്. ഈ വമ്പൻ സിനിമകൾ, ഇപ്പൊ ബാഹുബലിയും KGF ഒക്കെ 1ാം പാർട്ട് കഴിഞ്ഞ് 2ാം ഭാഗത്തിന്റെ ചില ട്രെയിലറുകൾ അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ അതൊന്ന് അവസാനിപ്പിക്കുന്നത്. അതിന് തുല്യമായ ചില ട്രെയിലറുകൾ ആവാം. എന്തായാലും കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.